നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇതൊരു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. പക്ഷേ ഒരു ജാഗ്രത എന്തായാലും ഉണ്ടാകേണ്ടതുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് മഴ പെയ്യുകയാണ്. യെല്ലോ അലർട്ടാണ് പലയിടത്തും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. ഇടിമിന്നൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതോടൊപ്പം ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് G20 രാഷ്ട്രങ്ങളുടെ പിന്തുണ ലഭിക്കുകയാണ്. ശക്തമായി നേരിടണമെന്നാണ് സംയുക്ത പ്രഖ്യാപനത്തിൽ പറഞ്ഞത്. കൂടാതെ വനിതകൾ നയിക്കുന്ന വികസനത്തിന് ഊന്നൽ നൽകണം എന്ന ഇന്ത്യയുടെ നിലപാടിനെയും സ്വാഗതം ചെയ്യുകയാണ് G20 രാഷ്ട്രങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ സൂക്ഷ്മ പരിശോധനയൊക്കെ കഴിഞ്ഞു. 98,451 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇനി ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുള്ളത് കൊണ്ട് തന്നെ ആരൊക്കെ മാറും, ഇനി എത്ര പേരാകും മത്സരത്തിനുണ്ടാവുക എന്നാണ് അറിയേണ്ടത്. ഏതായാലും വാർത്തകളെല്ലാം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും സാധ്യത. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ നൽകി G20 ഉച്ചകോടിയിൽ സംയുക്ത പ്രഖ്യാപനം. ഏതു തരത്തിലുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്നും ഒരു രാജ്യവും ഭീകരവാദത്തിന് സഹായം നൽകരുതെന്നും പ്രഖ്യാപനം. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കും. വേലിയേറ്റത്തിന് പുറമെ മഴയും ശക്തി പ്രാപിച്ചതോടെ മടവീഴ്ച ഭീഷണിയിൽ കുട്ടനാട്ടിലെ നെൽകർഷകർ. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ക്രമീകരിക്കുന്നതിൽ അധികൃതർ വരുത്തുന്ന വീഴ്ച ആശങ്കയെന്ന് കർഷകർ. ജമ്മുകശ്മീർ രജൌരിയിൽ പട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ അപകടത്തിൽ മരിച്ച സുബൈദാർ സജീഷിന് വിട നൽകാനൊരുങ്ങിയ നാട്. സംസ്കാരം രാവിലെ 10-ന് മലപ്പുറം ചെറുകുന്നിലെ കുടുംബ ശ്മശാനത്തിൽ. ഗുവാഹത്തി ടെസ്റ്റിൽ ഭേദപ്പെട്ട സ്കോർ ലക്ഷ്യമിട്ട് ദക്ഷിണാഫ്രിക്ക. രണ്ടാം ദിനം 6 വിക്കറ്റിന് 247 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വരെ മഴ തുടരാനുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവിക ചന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദേവിക, മഴ ശക്തി പ്രാപിക്കുകയാണ്. ന്യൂനമർദ്ദം ഇങ്ങനെ വീണ്ടും വീണ്ടും മാറി മാറി ന്യൂനമർദ്ദം വരികയാണ്. എത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ട്? ഇടിമിന്നലിനൊക്കെ സാധ്യതയുണ്ടെന്നാണല്ലോ മുന്നറിയിപ്പ്. തീർച്ചയായിട്ടും അഖില, അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ന്യൂനമർദ്ദം നാളെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. ബുധനാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയുള്ള വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ, മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിലുള്ളവർ തുടർച്ചയായി ഒരു മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യമായിരുന്നു തലസ്ഥാനത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ട്. എങ്കിലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അഖില, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴയുടെ ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മഴ തുടരാനാണ് സാധ്യത. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ്. ഇടിമിന്നലിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ അത്രയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളിലേക്ക് വന്നാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കുകയാണ്. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ മത്സര രംഗത്തുള്ളത് ആകെ 98,451 സ്ഥാനാർത്ഥികൾ. 2,261 പത്രികകൾ തള്ളിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തള്ളിയത് 527 പത്രികകളാണ്. മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ജില്ലയാണ്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ വയനാട്ടിലാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിവരെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള ഈ സമയം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയത്തിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക
പ്രസിദ്ധീകരിക്കും. മലയാളം അക്ഷരമാലാക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക. സ്ഥാനാർത്ഥിയുടെ പേര്, വിലാസം, അനുവദിച്ച ചിഹ്നം എന്നിവ പട്ടികയിൽ ഉണ്ടാകും. വേലിയേറ്റത്തിന് പുറമെ മഴയും ശക്തി പ്രാപിച്ചതോടെ മടവീഴ്ച ഭീഷണിയിലാണ് കുട്ടനാട്ടിലെ നെൽകർഷകർ. വെളിയനാട് പാടശേഖരങ്ങളിലെ 2 പാടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മടവീണ് നശിച്ചിരുന്നു. വൃശ്ചിക വേലിയേറ്റത്തെ മുന്നിൽ കണ്ട് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ക്രമീകരിക്കുന്നതിൽ അധികൃതർ വരുത്തുന്ന വീഴ്ചയാണ് നിലവിലെ ആശങ്കകൾക്ക് കാരണമെന്ന് കർഷകർ പറയും. രാത്രിയും പകലുമില്ലാതെ വേലിയേറ്റം ശക്തമായതോടെ പുഞ്ചകൃഷിക്ക് തയ്യാറായ പാടശേഖരങ്ങൾ വ്യാപക മടവീഴ്ച ഭീഷണിയിലാണ്. വേലിയേറ്റത്തിൽ സാധാരണ നിലയിൽ നിന്ന് 1.5 അടിയിലേറെ വെള്ളം ഉയരാൻ തുടങ്ങിയതോടെയാണ് പാടശേഖരങ്ങളിൽ മട വീഴാൻ തുടങ്ങിയത്. വെളിയനാട് കൃഷിഭവന് കീഴിലെ 2 പാടശേഖരങ്ങളിൽ കഴിഞ്ഞ ദിവസം ബണ്ട് കവിഞ്ഞ് വെള്ളം കയറിയതിനെ തുടർന്ന് മട വീണിരുന്നു. ഇതോടെ വരും ദിവസങ്ങളിൽ മടവീഴ്ച വ്യാപകമാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഇടയ്ക്കിടെയുള്ള ശക്തമായ മഴയും ജലനിരപ്പ് ഉയരുന്നതിന് കാരണമാകുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഇടപെട്ട് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടിയന്തരമായി ക്രമീകരിച്ചാൽ മടവീഴ്ചയെ മറികടക്കാനാകുമെന്നാണ് കർഷകർ പറയുന്നത്. കാരണം വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ആ തള്ളിച്ച ഇങ്ങോട്ട് ഉണ്ടാകാത്ത നിലയിൽ നമ്മുടെ തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി ഷട്ടറും അത് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഈ വേലിയേറ്റത്തെ നിയന്ത്രിക്കുന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടമുണ്ടാകും. ഇപ്പം വേലിയേറ്റം ആരംഭിച്ചിട്ടുള്ളൂ. വൃശ്ചിക വേലിയേറ്റത്തിന് തുടക്കം കുറിച്ചപ്പോൾ തന്നെ വെളിയനാട് പഞ്ചായത്തിലെ 2 പാടശേഖരങ്ങൾ വിതച്ചിട്ട് 2 പാടശേഖരങ്ങളാണ് കഴിഞ്ഞ ദിവസം മടവീണ് പോയിരിക്കുന്നത്. വിതച്ചിട്ടിരിക്കുന്ന പാടശേഖരത്തും അതുപോലെ തന്നെ വിളവെടുക്കാൻ കിടക്കുന്ന പാടശേഖരങ്ങളായിട്ട് ഇവിടെ എല്ലാം തന്നെ ഒരു വൻ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. വേലിയേറ്റത്തിൽ പുറത്തെ ജലനിരപ്പ് പരിധിവിട്ട് ഉയരുന്നത് 2ാം കൃഷിയുടെ കൊയ്ത്തിനെയും ബാധിച്ചിട്ടുണ്ട്. വിളവെത്തിയ പാടശേഖരങ്ങളിലേക്ക് ഉറവ വെള്ളം ശക്തമായി ഒഴുകിയെത്തുന്നത് നെല്ല് നനയുന്നതിനും കൊയ്ത്ത് തടസ്സപ്പെടാനും കാരണമാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പമ്പിംഗ് നടത്താൻ സാധിക്കില്ലെന്നത് പാടശേഖരങ്ങൾക്കുള്ളിലെ ജലനിരപ്പ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അതിനാൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ നൽകുകയാണ് G20 രാഷ്ട്രങ്ങൾ. സംയുക്ത പ്രഖ്യാപനവും നടത്തി. ഉച്ചകോടിയിലെ പ്രസംഗത്തിൽ മയക്കുമരുന്നിനെതിരെയും ഭീകരതയ്ക്കെതിരെയും G20 യോജിച്ച് പോരാടണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പൊതുജനാരോഗ്യത്തിനും ആഗോള സുരക്ഷയ്ക്കും ഗുരുതരമായ വെല്ലുവിളികൾ ഇത് മാറിയിരിക്കുന്നുവെന്നും ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്ന ഒരു പ്രധാന ഘടകമാണ് എന്നും മോദി പ്രതികരിച്ചു. ഏത് തരത്തിലുള്ള ഭീകരതയും ശക്തമായി നേരിടണമെന്നും ഒരു രാജ്യവും ഭീകരവാദത്തിന് സഹായം നൽകരുത് എന്നും സംയുക്ത പ്രഖ്യാപനം ആവശ്യപ്പെടുകയാണ്. വനിതകൾ നയിക്കുന്ന വികസനത്തിന് ഊന്നൽ നൽകണം എന്ന ഇന്ത്യയുടെ നിലപാടിനും പ്രഖ്യാപനത്തിൽ ഇടം കിട്ടി. ഇന്ത്യ, കാനഡ, ഓസ്ട്രേലിയ സാങ്കേതിക സഹകരണ കൂട്ടായ്മയും ഉച്ചകോടിക്കിടെ പ്രഖ്യാപിച്ചിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കും. കഴിഞ്ഞ ദിവസമാണ് PV അൻവറിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിലും ബന്ധുവീടുകളിലുമൊക്കെ ED പരിശോധനയൊക്കെ നടത്തിയത്. PV അൻവറിന് കുരുക്ക് മുറുകുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കോടികളുടെ ദുരൂഹ ഇടപാടുകൾ നടത്തിയതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. അൻവറിന്റെ ആസ്തി 4 വർഷം കൊണ്ട് 14 കോടിയിൽ നിന്ന് 64 കോടിയായതായാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. PV അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടന്ന റെയ്ഡിനെ കുറിച്ചുള്ള വാർത്താക്കുറിപ്പിലാണ് EDയുടെ വെളിപ്പെടുത്തൽ. ഒപ്പം കൂടുതൽ ചോദ്യം ചെയ്യലിനായി അൻവറിനെ കൊച്ചിയിലേക്ക് വിളിക്കും എന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. PV അൻവറിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട 10 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. 14 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഒട്ടേറെ രേഖകൾ കണ്ടെടുത്തു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി പേപ്പർ രേഖകളും ഡിജിറ്റൽ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ 22 കോടിയിലേറെ രൂപ അൻവർ വായ്പയെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ദുരൂഹമാണ്. മാത്രമല്ല 4 വർഷം കൊണ്ട് PV അൻവറിന്റെ ആസ്തിയിൽ വൻ വർധനവുണ്ടായതായും അന്വേഷണ സംഘം കണ്ടെത്തി. 14 കോടിയിൽ നിന്ന് 4 വർഷം കൊണ്ട് ആസ്തി 64 കോടിയായി വളർന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പകൾ വകമാറ്റിയതായും ED കണ്ടെത്തിയിട്ടുണ്ട്. അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR ഡെവലപ്പേഴ്സിന്റെയും ഡ്രൈവർ സിയാദിന്റെ ഉടമസ്ഥതയിലുള്ള മാലാങ്കുളം നിർമ്മാണ കമ്പനിയുടെയും പേരിലാണ് KFCയിൽ നിന്നും കോടികൾ വായ്പ എടുത്തത്. ഒരേ ഈട് നൽകിയായിരുന്നു 2 വായ്പകൾ തരപ്പെടുത്തിയത്. ഡ്രൈവറുടെ പേരിലുള്ള കമ്പനി തന്റെയാണെന്ന് PV അൻവർ സമ്മതിച്ചിട്ടുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പയുമായി ബന്ധപ്പെട്ടാണ് ED പരിശോധന നടത്തിയതെന്ന് PV അൻവറും വ്യക്തമാക്കി. കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം 6 കോടി രൂപ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള
പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാജരാക്കി കൊടുക്കും. കണ്ടെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനായി PV അൻവറിനെ ED കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിക്കും. അമൃത ന്യൂസ്, മലപ്പുറം. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിദേശ ബന്ധം അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനയൊക്കെ നടക്കുകയാണ്. ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഭീകരവാദികൾ തമ്മിൽ ആശയപരമായ തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഒമർ നബി ഇടപെട്ട് ഇത് പരിഹരിച്ചുവെന്നും ജമ്മുകാശ്മീരിലെ ഖാസിഗുണ്ടിൽ ഒമറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. KK പ്രശാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, നേരത്തെ വിദേശ ബന്ധം, ഇവരുടെ സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു കൂടുതൽ പരിശോധന. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് ആശയപരമായ പ്രശ്നങ്ങൾ ഈ ഭീകരർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്നത് വിവരങ്ങൾ. അഖില, ഇതിന്റെ പ്രധാന ആസൂത്രകൻ ഉമർ നബി എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാവുന്നത്. ഏറ്റവും പ്രധാനമായി ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ തർക്കങ്ങൾ പരിഹരിക്കാൻ പോലും ഉമർ നബി ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരിൽ ഒരാളുടെ വിവാഹ ചടങ്ങിൽ നിന്ന് ആദിൽ റത്തറിന്റെ വിവാഹ ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ നിന്ന്, അതിന്റെ സൽക്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ നിന്ന് ഉമർ നബി പിന്മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് പിന്നീട് ഒക്ടോബർ 18 വീണ്ടും യോഗം ചേരുന്നു. ആ യോഗത്തിൽ അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ കൂടി പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ യോഗത്തിലേക്ക് മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകളും കോസികൊണ്ട് ചേർന്ന യോഗത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിൽ വെച്ച് വീണ്ടും ഇതിന്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ ആദ്യ ഘട്ടത്തിലും ഈ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒറ്റയ്ക്ക് എങ്ങനെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഉമർ നബി പരിശീലനത്തിലേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളാണ്. ആശയപരമായും അതുപോലെ തന്നെ മറ്റ് സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ തർക്കമാണ് പ്രധാനമായും ഇവർക്കിടയിൽ ഉടലെടുത്തത്. അത് വേറെ തരത്തിലൊക്കെ തന്നെ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത് പിന്നീട് ഉമർ നബി ഇടപെട്ട് പരിഹരിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കാത്ത ആളുകളെയൊക്കെ ഒഴിവാക്കി എന്ന വിവരമാണ് അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും കൃത്യമായ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അത് ജമ്മു കാശ്മീരിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളും ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള ആളുകൾ തന്നെയാണ്. ഇന്നലെ ഒരു ഇലക്ട്രീഷ്യനെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാദേശികമായി ഇത്തരം ആളുകൾക്ക് കിട്ടിയ പിന്തുണ, അവർക്ക് നൽകിയിട്ടുള്ള സഹായം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ കൃത്യമായ ഗൂഢാലോചന, അതിപ്പോൾ ഡൽഹി സ്ഫോടനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അതിനു മുൻപേ തന്നെ ചില നീക്കങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നടന്നിരുന്നു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പോയതോടുകൂടി, ഈ ആശയതർക്കങ്ങൾ ഉണ്ടായതോടുകൂടി തന്നെയാണ് സംഘടിതമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നതാക്കില്ല. ശരി, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ആശയപരമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മളെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് പലയിടങ്ങളിൽ ഇവർ പ്ലാൻ ചെയ്ത പദ്ധതി നടപ്പാകാതിരുന്നത്. ഉമർ നബി ചെങ്കോട്ടയിൽ മാത്രം ചാവേറായി പൊട്ടിത്തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് SIT. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നാളെ നൽകും എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകുന്നത്. പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടിയാണ് എന്തൊക്കെയാണ് ശരിക്കും സംഭവിച്ചത്, യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരിക. ദേവിക ചന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദേവിക സൂചിപ്പിച്ച പോലെ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട്. പത്മകുമാറിനെ അതിന് ചോദ്യം ചെയ്തേ മതിയാകൂ. നേരത്തെ മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്കും പിന്നീട് റിമാൻഡിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ അതല്ലല്ലോ, കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഒപ്പം ഈ എഴുതി ചേർത്തത് പത്മകുമാറാണെന്നുള്ള വിവരം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഈ ജയറാമിനെ അടക്കം ഇതിൽ സാക്ഷിയാക്കാനുള്ള സാഹചര്യമൊക്കെ പുറത്തു വരികയാണല്ലോ. വിശദാംശങ്ങൾ.
അഖില, ഈ ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളി അടർത്തി മാറ്റിയത്, ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി, തൂണുകളിലെ സ്വർണ്ണപ്പാളി, ഇവയെല്ലാം അടർത്തി മാറ്റിയ കേസുകളിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നതെങ്കിലും ഈ കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ 2019 ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഈ ജയിലിലുള്ള ഈ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ നാളെ SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. പത്മകുമാർ മൊഴി നൽകിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറുക എന്നുള്ളത് അന്നത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ കൂട്ടായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു, ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്ന് തന്നെയാണ് പത്മകുമാർ മൊഴി നൽകിയിരുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. അതിനുശേഷം സന്നിധാനത്ത് നിന്നും ഈ SIT ചില സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതിന്റെ ഫോറൻസിക് പരിശോധന കൂടി പൂർത്തിയായ ശേഷമായിരിക്കും മറ്റുള്ള അറസ്റ്റുകളിലേക്ക് SIT കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി, അതായത് ഈ ശങ്കരദാസ് ജയകുമാർ എന്നിവരെ മുൻപും ചോദ്യം ചെയ്തിരുന്നു, ശങ്കരദാസ് വിജയകുമാർ എന്നിവരെ മുൻപും ചോദ്യം ചെയ്തിരുന്നു. അവരെ ഒന്നുകൂടി ചോദ്യം ചെയ്യാനും SIT സംഘം ഒരുങ്ങുന്നുണ്ട്. കാരണം ഈ പത്മകുമാറിന്റെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതേസമയം ജയറാം ഉൾപ്പെടെയുള്ളവരെ സാക്ഷിമൊഴി സ്വീകരിക്കാനും SIT തയ്യാറാകുന്നുണ്ട്. അഖില, ശരി, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന് പോകണം. കസ്റ്റഡി അപേക്ഷ നാളെയാണ് സമർപ്പിക്കുക. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടാണ് തുടരുന്നത്. ഇന്നലെ രാത്രി 11 മണി വരെ 80,000-ലധികം അയ്യപ്പ ഭക്തർ ദർശനം നടത്തി എന്നാണ് വിവരം. ഇന്ന് രാവിലെ ഇതുവരെ 14,600 പേർ ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. രജിത് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രജിത്, ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ യോഗമൊക്കെ ചേർന്ന് 20,000 വരെ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാം, പരമാവധി 20,000 വരെ അനുവദിക്കാമെന്നുള്ള തരത്തിലേക്കൊക്കെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും സ്പോട്ട് ബുക്കിങ്ങിന്റെ അളവ് കൂട്ടുന്നത് ഏതൊക്കെ തരത്തിലാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത്? ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തർ എത്തുന്നതനുസരിച്ചുകൊണ്ട് ഈ അയ്യപ്പ ഭക്തരുടെ വരവിൻ്റെ കണക്കനുസരിച്ചുകൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം തീരുമാനിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കണക്ക് നോക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കമ്മിറ്റിക്ക് തന്നെ രൂപം നൽകുകയും ചെയ്തു. 3-അംഗ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. അവരുടെ തീരുമാനപ്രകാരമായിരിക്കും ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം നോക്കിയതിന് ശേഷം, അതുവരെയുള്ള അയ്യപ്പ ഭക്തരുടെ വരവ് നോക്കിയതിന് ശേഷം തീരുമാനിക്കുക. എന്തുതന്നെയായാലും ശബരിമലയിൽ ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അത് ഇന്നലെ ഏകദേശം 80,000-നടുത്ത അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയെങ്കിലും അതിനുശേഷവും പിന്നീട് ഇപ്പോൾ രാവിലെ വരെ അയ്യപ്പ ഭക്തരുടെ വരവ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് അണമുറിയാതെ തന്നെ ഉണ്ടാകുന്നൊരു കാഴ്ചയാണ്. എങ്കിൽ തന്നെയും കൃത്യമായി ഇവർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം. ഇതുവരെ 7 മണി വരെ ഉള്ള കണക്കുകൾ പ്രകാരം 21,000-ഓളം അയ്യപ്പ ഭക്തർ ഇതുവരെ ദർശനം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ നേരത്തെ തന്നെ 75,000-ആയി കുറച്ചിരുന്നുവെങ്കിലും സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ കണക്കുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 8,000-ഓളം അയ്യപ്പ ഭക്തർ മിനിഞ്ഞാന്ന് അയ്യപ്പ ഭക്തർ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയിരുന്നു. ഒരു പക്ഷേ 10,000-ന് മുകളിൽ അയ്യപ്പ ഭക്തർ ഇന്നലെയും സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയിട്ടുണ്ടാകാം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും അയ്യപ്പ ഭക്തരുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ എണ്ണം കണക്കാക്കിക്കൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതൽ അനുമതി നൽകാനാണ് സാധ്യത. കൂടുതൽ അയ്യപ്പ ഭക്തരെ ഇങ്ങോട്ടേക്ക് ശബരിമലയിലേക്ക് വന്ന് ശബരിമലയിൽ തൊഴുതു പോകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഈ ഫ്ലൈ ഓവറിലടക്കം വലിയ തിരക്കുകളില്ലാതെ സുഗമമായി തന്നെ അയ്യപ്പ ഭക്തർക്ക് എത്തി ദർശനം നടത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയും. നിലവിൽ പമ്പയിലടക്കം അതുപോലെ നിലയ്ക്കലടക്കം വലിയ നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും.
എന്തിനായാലും പടി കയറുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണവും സാധാരണ നിലയിലാണ്. ഏകദേശം 65 മുതൽ 70 അയ്യപ്പ ഭക്തർ വരെയാണ് ശബരിമലയിൽ ഇപ്പോൾ പടി കയറിക്കൊണ്ടിരിക്കുന്നത്. മഴ ഒരു നേരിയ പ്രശ്നം അയ്യപ്പ ഭക്തർക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ആരംഭിച്ച മഴ നേരിയ തോതിൽ ചാറ്റമഴയായും വീണ്ടും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഒരു മഴയുടെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ശബരിമലയിലുള്ളത്. ഒപ്പം തന്നെ ചെറിയ രീതിയിൽ മഴച്ചാറ്റിലും അനുഭവപ്പെടുന്നുണ്ട്. അത് അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും സുഗമമായ ദർശനം നടത്തി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ജമ്മു കശ്മീർ രജൌരിയിലുണ്ടായ അപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശിയായ ജവാന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഉരുക്കുങ്ങൽ സ്വദേശി സുബൈദാർ സജീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഉരുക്കുങ്ങൽ ചെറുകുന്ന് ബാലപ്രബോധിനി LP സ്കൂളിൽ പൊതുദർശനം നടക്കുകയാണ്. TK അരവിന്ദൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരവിന്ദൻ, വീരമൃത്യു വരിച്ച ജവാനെ അന്ത്യയാത്ര നൽകാൻ ഒരു നാട് ഒരുങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നാടിനാകെ ദുഃഖത്തിലാഴ്ചയാണ് മലപ്പുറം ഒതുക്കങ്ങൾ സ്വദേശിയായ സുബേദാർ സജീഷ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രജൌരിയിലുണ്ടായ അപകടത്തിലാണ് സജീഷ് കൊല്ലപ്പെട്ടത്. പെട്രോളിങ്ങിനിടെ കൊക്കയിലേക്ക് വീണാണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ആദ്യം വീട്ടുകാർക്ക് ലഭിച്ച വിവരം. പിന്നീടാണ് അദ്ദേഹം മരണപ്പെട്ട വിവരം അറിയുന്നത്. ഇന്നലെയാണ് സൈന്യത്തിന്റെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചത്. തുടർന്ന് കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ മൃതദേഹം ഒതുക്കുങ്ങിലെ വീട്ടിലെത്തിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ ബാലപ്രബോധിനി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചത്. നാടിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട സജീഷിനെ ഒരു നോക്ക് കാണാൻ, നാടിന്റെ വീരപുത്രനെ ഒരു നോക്ക് കാണാനായി ഇപ്പോൾ ചെറുകുന്ന് സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണിവരെ ഇവിടെ പ്രദർശനം ഉണ്ടാകും. അതിനുശേഷം കുടുംബ ശ്മശാനത്തിൽ 10 മണിയോടുകൂടി ഔദ്യോഗിക ബഹുമതികളോടെ, സൈനിക ബഹുമതികളോടെ സംസ്കരിക്കും. എന്തായാലും ഇതിനുവേണ്ടി നാടിന്റെ നാനാഭാഗത്തു നിന്നും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലാ കളക്ടർ, അതേപോലെ തന്നെ SP തുടങ്ങിയ ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. എന്തായാലും മറ്റ് ആളുകളും രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഇങ്ങോട്ട് MLA മാർ, MP മാർ തുടങ്ങിയവരെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് സാധാരണക്കാരും എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും തങ്ങളുടെ അന്തിമോപചാരം നാടിന്റെ പ്രിയപുത്രനെ സമർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹം 10 മണിയോടുകൂടി കുടുംബ ശ്മശാനത്തിൽ സംസ്കരിക്കും. അഖില. ശരി, TK അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. സുബൈദാർ സജീഷിന് അന്ത്യയാത്ര നടത്താൻ ഒരു നാട് കാത്തുനിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാവുകയാണ്. കാരണം സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളൊക്കെ സമർപ്പിക്കേണ്ട തീയതി കഴിഞ്ഞു. അതിൻ്റെ സൂക്ഷ്മ പരിശോധനയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ളൊരു സമയമാണ് ഉള്ളത്. അതുകൂടി കഴിയുന്നതോടെ കൃത്യമായ മത്സര ചിത്രം പുറത്തുവരും. ഇപ്പോൾ 98,451 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ഒരുപക്ഷെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയത്തേക്ക് അടുക്കുമ്പോൾ കുറച്ചുകൂടി സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയാനുള്ള ഒരു സാധ്യതയാണുള്ളത്. മുന്നണികൾക്കിടയിൽ ചില തർക്കങ്ങൾ ഇപ്പോഴും മുന്നണിക്കുള്ളിലും പുറത്തുമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ സീറ്റ് വെട്ടി CPM. തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിലാണ് CPM അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത്. ഇതോടെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിലെ നടയം വാർഡിൽ ആദ്യം നിശ്ചയിച്ചിരുന്നത് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ പുതിയടത്തിനെയായിരുന്നു. ഇതോടെ ജയകൃഷ്ണൻ വീടുകൾ കയറി പ്രചരണവും ആരംഭിച്ചു. ഫ്ലെക്സുകളും പോസ്റ്ററുകളും അടിച്ചിറക്കി. പിന്നാലെ മുന്നണി സ്ഥാനാർത്ഥിയായി നടയം വാർഡിൽ CPM അപ്രതീക്ഷിതമായി TM മുജീബിനെ കളത്തിലിറക്കി. ഇതോടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രാദേശിക നേതൃത്വവും വെട്ടിലായി. പ്രചരണം നടത്തിയ വാർഡിൽ തന്നെ മത്സരിക്കുമെന്ന് ജയകൃഷ്ണൻ പുതിയടത്ത് വ്യക്തമാക്കി. 4-ാം പടി ഞങ്ങളുടെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയകൃഷ്ണൻ പുതിയടത്താണെന്ന് പരസ്യമായി പറഞ്ഞത് CPMന്റെ സൈബർ സഹാക്കളാണ്. അത് കഴിഞ്ഞ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് കഴിഞ്ഞ് 10-12 ദിവസമായി വീട് കയറുകയും ഇന്ന് നോമിനേഷന്റെ കാര്യം പറയാൻ വേണ്ടി എല്ലാ വീടും സന്ദർശിക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ആകസ്മികമായി എനിക്ക് ഈ സീറ്റ് നിഷേധിക്കപ്പെട്ടു. ഇടവെട്ടി പഞ്ചായത്തിൽ 2 വാർഡുകളിലാണ് കാലങ്ങളായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മത്സരിച്ചു വന്നത്. മുന്നണി ചർച്ചകളിൽ കേരള കോൺഗ്രസ് എം 2 സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് CPM സ്ഥാനാർത്ഥി മുജീബ് പറയുന്നത്. ഞങ്ങളുടെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ ഇപ്പം ഞങ്ങൾ 14 സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരും കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരും
CPIയുടെ ഈ പഞ്ചായത്തിലെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചിരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരു തർക്കവുമില്ല. CPM അന്തിമഘട്ടത്തിൽ സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് എമ്മിൽ പ്രാദേശികമായി എതിർപ്പുയർന്നിട്ടുണ്ട്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടാതെ BJPയും കോൺഗ്രസും വാർഡിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ അനുഭവസമ്പന്നരായ നിരവധി ആളുകൾ, വളരെ പ്രശസ്തരായ ആളുകളെയൊക്കെയാണ് സ്ഥാനാർത്ഥികളായി മുന്നണികൾ തീരുമാനിച്ചത്. അതായത് മുതിർന്ന നേതാക്കളെ അടക്കം സ്ഥാനാർത്ഥികളായി കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ യുവാക്കളെയും അതുപോലെ തന്നെ അനുഭവ സമ്പത്തുള്ളവരെയും ഒക്കെ ഒരുപോലെ കളത്തിലിറക്കിയാണ് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ പ്രമുഖരോട് എതിരിടാൻ LDF മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഒരു ടെക്കിയായ അമൃതയാണ്. അതിലേക്ക് 3 മുന്നണികളും തദ്ദേശ പോരിനൊരുങ്ങുമ്പോൾ യുവാക്കളുടെ ഇടയിൽ തന്റേതായ സ്വാധീനമുള്ള കരുത്തയായ മത്സരാർത്ഥിയായി മാറുകയാണ് അമൃത. തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി അമൃത കലാരംഗത്തും നവമാധ്യമങ്ങളിലും നിറസാന്നിധ്യമാണ്. കൂടിയായ അമൃത തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരിനൊരുങ്ങുന്നത് വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെയാണ്. നഗരസഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് എത്തിക്കുന്നുള്ള എല്ലാ ജനകീയ ഇടപെടലും ഉണ്ടാവും. അതോടെ വയോജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും അസോസിയേഷനുകളെ സംസാരിച്ചുകൊണ്ട് കലാകായിക രംഗങ്ങൾ ഒരുപാട് കൊണ്ടുവരും. പിന്നെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവരുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. പുതുമുഖങ്ങളും പരിചയസമ്പത്തുള്ളവരും ഒരുപോലെ മത്സര രംഗത്തിറങ്ങുമ്പോൾ ജനഹൃദയങ്ങൾ ആര് കീഴടക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥികളെന്ന് കേൾക്കുമ്പോൾ പല മുഖങ്ങളും നമ്മുടെ മനസ്സിൽ മിന്നിമായാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പുകളും സ്ഥാനാർത്ഥികളും മാറി മാറി വന്നാലും സ്ഥാനാർത്ഥി എന്ന പേര് മാത്രം മാറാത്ത ഒരു സ്ഥലമുണ്ട് വാഴയൂർ പഞ്ചായത്തിൽ. കാരാടിനടുത്തുള്ള സ്ഥാനാർത്ഥിപ്പടിയുടെ വിശേഷങ്ങൾ കാണാം. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രചരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഓരോ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾ പലതാണെങ്കിലും വാഴയൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി എന്ന സ്ഥലപ്പേര് ഒരിക്കലും മാറില്ല. പടി സ്ഥാനാർത്ഥിപ്പടിയായി മാറിയ കഥ നാടിന് പേര് സമ്മാനിച്ച വാസുമാഷ് തന്നെ പറയും. വാഴയൂർ പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് 1979. വാഴയൂർ പഞ്ചായത്തിൻ്റെ 4-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഞാൻ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുത്തു. സ്ഥാനാർത്ഥിയായ എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിന് ജനങ്ങൾ സ്ഥാനാർത്ഥിപ്പടി എന്ന പേരാണ് കൊടുത്തത്. സ്ഥാനാർത്ഥിയായ എയിലാളത്ത് വാസു വിജയിച്ച് മെമ്പറായെങ്കിലും സ്ഥാനാർത്ഥിപ്പടിയായി തന്നെ തുടർന്നു. വാസുമാഷിന് ശേഷം സ്ഥാനാർത്ഥിപ്പടിയിൽ നിന്ന് സ്ഥാനാർത്ഥികളായവരും ഏറെയാണ്. അതിലൊരാളാണ് വാഴയൂർ പഞ്ചായത്ത് 3-ാം വാർഡ് LDF സ്ഥാനാർത്ഥി N. ജയൻ. സ്ഥാനാർത്ഥിപ്പടിയായിട്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേയുള്ള അടുപ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് നിന്നത് നമ്മുടെ വാസുമാഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലം, CPM കൂടുതൽ LDFിനെതായിരിക്കുന്ന ആളുകൾ കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി ഒരു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഓരോ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിപ്പടി എന്ന പേര് ചർച്ചയാകാറുണ്ട്. ഇത്തവണയും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥിപ്പടിയിലും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറിയിട്ടുണ്ട്. ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഭാര്യയും ഭർത്താവും ഒരേ സമയം മത്സരത്തിനിറങ്ങുന്ന കാഴ്ച വളരെ സാധാരണയായി മാറുകയാണ് നമ്മുടെ നാട്ടിൽ. ആലുവ നഗരസഭയിൽ ദമ്പതിമാരായ 6 പേരാണ് ഇത്തവണ NDA മുന്നണിയുടെ ഭാഗമായി മത്സരരംഗത്തുള്ളത്. ഇതിൽ 5 പേർ BJPയുടെയും ഒരാൾ BDJസിന്റെയും സ്ഥാനാർത്ഥിയാണ്. ചരിത്രത്തിലാദ്യമായി നഗരസഭയിലെ 26 സീറ്റുകളിലും NDA മത്സരിക്കുന്നുണ്ട്. 3 ദമ്പതിമാരാണ് NDA സ്ഥാനാർത്ഥികളായി ആലുവയിലെ 6 വാർഡുകളിൽ മത്സരിക്കുന്നത്. ഇവരിൽ ഒരാൾ നിലവിലെ കൗൺസിലറാണ്. ദമ്പതിമാരായ അനിത ഷൈൻ 2-ാം വാർഡ് ഗുരുമന്ദിരത്തിലും ഭർത്താവ് AR ഷൈൻ 3-ാം വാർഡ് ദേശംകടവിലുമാണ് മത്സരിക്കുന്നത്. റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനായ ഷൈൻ BDJS സ്ഥാനാർത്ഥിയാണ്. അനിത റിട്ടയർഡ് സംസ്കൃത അധ്യാപികയാണ്.
2015 ഇതേ വാർഡിൽ അനിത BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. ദ്രൗപദി മുർമു ശബരിമലയ്ക്ക് പോണ ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ. അത് 2-3 പ്രാവശ്യം ഞാൻ കണ്ടു. അതിനുശേഷം എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നത്, എന്താ നമ്മൾക്കും വയസ്സായി സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്നാൽ പോരാ, കുറച്ച് പുറത്തിറങ്ങണം എന്നുള്ളൊരു തോന്നൽ വന്നതൊരു വീഡിയോ കണ്ടതിന് ശേഷമാണ്. BDSൻ്റെ ഒരു ചുമതല കൂടി എനിക്കുണ്ട്. ഞാൻ BDSൻ്റെ ആലുവ നിയോജകമണ്ഡലത്തിൻ്റെ ട്രഷററാണ്. അപ്പോൾ ആലുവ നിയോജകമണ്ഡലത്തിൽ ആകെ മത്സരിക്കുന്ന ഒരു BDS സ്ഥാനാർത്ഥി ഞാൻ മാത്രമേ ഉള്ളൂ. 4ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയാണ് MR രജനി. ഭർത്താവ് N ശ്രീകാന്ത് 5ാം വാർഡിൽ നിന്നാണ് ജനവിധി തേടുന്നത്. നിലവിൽ 4ാം വാർഡിലെ കൗൺസിലറും BJP മണ്ഡലം ജനറൽ സെക്രട്ടറിയുമാണ് ശ്രീകാന്ത്. ബിസിനസ്സാണ് തൊഴിൽ. രജനി ജയഭാരത് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഈ പ്രാവശ്യം എല്ലാ വാർഡിലേക്കും സ്ഥാനാർത്ഥികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഔദ്യോഗിക പ്രതിപക്ഷമായിരുന്നില്ലെങ്കിൽ പോലും ആലുവയിൽ പ്രതിപക്ഷം എന്നുള്ളത് BJPയും NDA ആയിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ ആലുവയിൽ മത്സരം കാഴ്ചവെച്ച് ഭരണത്തിലേക്ക് എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മൾ നീങ്ങുന്നത്. 13ാം വാർഡിൽ നിന്നാണ് സജിത മത്സരിക്കുന്നത്. ഭർത്താവ് MK സതീഷ് 23ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ബിസിനസ്സുകാരനായ സതീഷ് 2020 13ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു. സജീവ SNDP പ്രവർത്തകയാണ് സജിത. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതും പൊതുജീവിതം എന്ന് പറയുന്നതും കുടുംബകാര്യമാണ്. എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിനായി UDF സജ്ജമാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിജയത്തെ ബാധിക്കില്ല. ഗ്രൂപ്പ് തർക്കം തീർക്കാനുള്ള ആരോഗ്യം തനിക്കില്ലെന്നും PJ ജോസഫ് പറഞ്ഞു. ഇതിലെ സ്ഥിതി ഇടുക്കി ജില്ലയിലെ 4 അസംബ്ലി മണ്ഡലങ്ങളും LDF, കോട്ടയം ജില്ലയിലെ 5 സ്ഥലത്തും LDF, പത്തനംതിട്ട ജില്ലയിലെ 5 LDF. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൊല്ലം അഞ്ചലിൽ UDFൽ പൊട്ടിത്തെറി. ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ 38 സ്ഥാനാർത്ഥികൾ ഭീഷണിയുമായി രംഗത്തെത്തിയത്. ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ തങ്ങൾ നോമിനേഷൻ പിൻവലിക്കുമെന്ന് 4 പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട കത്ത് DCC പ്രസിഡന്റിന് നൽകി. കോൺഗ്രസ് നേതാവ് PB വേണുഗോപാലിനെ അഞ്ചൽ ഡിവിഷനിൽ മത്സരിപ്പിക്കണമെന്നതാണ് സ്ഥാനാർത്ഥികളുടെ ആവശ്യം. ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ നോമിനേഷൻ പിൻവലിക്കുമെന്ന് സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇരുപത്തിയാറാമത് അഖില ഭാരത കൊങ്കിണി സാഹിത്യ സംഗമം കൊച്ചിയിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി കലൂർ AJ ഹാളിൽ നടക്കുന്ന സാഹിത്യ സംഗമം സാഹിത്യകാരൻ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്തു. കൊങ്കിണി ഭാഷ സാഹിത്യ രചനകളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 700 പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സമാപന സമ്മേളനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N നഗരേഷ് ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളിലായി 6 സെഷനുകളായിട്ടാണ് സാഹിത്യ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. പശ്ചിമഘട്ട മലനിരകളെ മഞ്ഞുമൂടുന്ന മനോഹര കാഴ്ച ആസ്വദിക്കണം എങ്കിൽ പോകാം ഇടുക്കി രാജകുമാരി പഞ്ചായത്തിലെ അരമനപ്പാറ വ്യൂ പോയിന്റിലേക്ക്. പ്രകൃതിയുടെ ദൃശ്യവിസ്മയം നിറഞ്ഞു നിൽക്കുന്ന ഹൈറേഞ്ചിൽ ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. പച്ചവിരിച്ച പശ്ചിമഘട്ട മലനിരകളും അവയെ വെള്ളപ്പുതപ്പ് കണക്ക് മൂടുന്ന കോടമഞ്ഞും തുലാവർഷം ശക്തമായി പെയ്തിറങ്ങി മലയോരത്തെ ആശങ്കപ്പെടുത്തുമ്പോഴും മഴയൽപ്പം ശമിച്ചാൽ പശ്ചിമഘട്ട മലനിരകൾ വിസ്മയ കാഴ്ചയുടെ ജാലകം തുറന്നിടും. മലയോരത്തേക്കെത്തിയാൽ ഈ മനോഹാരിത വിവിധ ഇടങ്ങളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുമെങ്കിലും രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപ്പാറയ്ക്ക് സമീപമുള്ള അരമനപ്പാറ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ വ്യത്യസ്തം. തലയെടുപ്പിൽ മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന ചക്രമുടിയെ പൂർണ്ണമായി മറച്ച് മഞ്ഞ് വന്ന് മൂടും. ആകാശത്തിന് മുകളിൽ മറ്റൊരു ലോകത്തെത്തിയ പ്രതീതി. പശ്ചിമഘട്ട മലനിരകൾക്കൊപ്പം ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിന്റെ വിദൂര കാഴ്ചകളും ഏറെ ആകർഷകം. അതുകൊണ്ടുതന്നെ മുട്ടുകാട് വഴി മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ ഒരു ഇടത്താവളം കൂടിയാണ് അരമനപ്പാറ വ്യൂ പോയിന്റ്. അമൃത ന്യൂസ്, ഇടുക്കി.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉള്ള രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ദിനം അവസാനിച്ചപ്പോൾ ഇന്ത്യയ്ക്ക് ആശ്വാസം. 6 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക. 3 വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് യാദവാണ് ഇന്ത്യക്ക് മേൽക്കൈ നൽകിയത്. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് മികച്ച തുടക്കമാണ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് നൽകിയത്. എന്നാൽ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള അവസാന സെഷനിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 നിർണായക വിക്കറ്റുകൾ നഷ്ടമായി. ഇതോടെ ദക്ഷിണാഫ്രിക്ക പ്രതിരോധത്തിലായി. രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി. ക്ഷേത്രകലയായ സോപാന സംഗീത ലോകത്തെ പുതുമകളും പരമ്പരാഗത കേരളീയ തച്ചുശാസ്ത്രത്തിന്റെ വേറിട്ട കാഴ്ചകളുമാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ. കാണാം സെൻട്രൽ മാഗസിൻ. നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മേശയും കസേരയും വാതിലും ജനലും കട്ടിലും പോലെ നമ്മൾ സ്ഥിരമായി കാണുന്ന മര ഉരുപ്പിടികളല്ല ചാലക്കുടി സ്വദേശി അനു ആചാരി നിർമ്മിക്കുന്നത്. കേരളീയ ശൈലി പിന്തുടരുന്ന വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ, അത് കൃത്യമായ കണക്കിലാണ് ആ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം. അനു ആചാരിയുടെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ ആദ്യം. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലി പിന്തുടർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് അനു ആചാരിയും ജ്യേഷ്ഠ സഹോദരൻ വിനോജ് ആചാരിയും. മരത്തിൽ അതിമനോഹരങ്ങളായ ശില്പങ്ങളും കൊത്തുപണികളും തുടങ്ങി എല്ലാം ഇവർ നിർമ്മിക്കുന്നു. ചാലക്കുടിക്കാരാണ് ഇരുവരും. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന്റെ തേവാരപ്പുരയിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് പൂജാകർമാനുഷ്ഠാനങ്ങൾക്കായി അഭിഷേക പീഠം നിർമ്മിച്ചു നൽകിയാണ് അനു ആചാരി ശ്രദ്ധേയനാകുന്നത്. അനു ആചാരിയും വിനോജ് ആചാരിയും ചേർന്ന് കവടിയാർ കൊട്ടാര ഭിത്തിയെ മനോഹരമാക്കിയിട്ടുണ്ട്. പരമ്പരാഗതമായി മരപ്പണി ചെയ്യുന്നവരാണ് അനു ആചാരിയുടെ കുടുംബം. അച്ഛനും മുത്തച്ഛനും പ്രവർത്തിച്ച മേഖലയിൽ തന്റേതായ മികച്ച ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ് ഈ യുവകലാകാരൻ. ഈ രംഗത്തെ സാങ്കേതിക വിദ്യകളിൽ മാറ്റം വന്നതോടെ പുതിയ പഠനങ്ങൾ അനിവാര്യമായി വന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ പഠനശേഷം ചാലക്കുടി സർക്കാർ ITIയിൽ കാർപ്പൻട്രി കോഴ്സ് പാസ്സായി. തുടർന്ന് കുറച്ചുകാലം കളമശ്ശേരി HMT കമ്പനിയിൽ ക്രാഫ്റ്റ് പാറ്റേൺ മേക്കറായി പരിശീലനം നേടി. ഇതിനെല്ലാം ശേഷമാണ് അനു ഈ രംഗത്ത് സജീവമായത്. പാരമ്പര്യ വിശ്വകർമ്മ കുടുംബത്തിലാണ് ജനനം. മരം ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകളാണ് ഞാൻ ചെയ്തു വരുന്നത്. അതിൽ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ളതും പുരാതനമായി നിലനിന്നിരുന്നിട്ടുള്ള വസ്തുക്കളുടെ ഒരു നിർമ്മാണ മേഖലയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പുതിയ രീതിയിലല്ല, ഏറ്റവും പഴയ രീതിയിൽ ചെയ്തിരുന്നതിന് ഒരു പുനരാവിഷ്കരണം മാത്രമാണ് ഞാൻ കൂടുതൽ ചെയ്തു വരുന്നത്. പ്രധാനമായും ഞാൻ ചെയ്യണത് പീഠങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത്. പീഠങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പീഠങ്ങളുണ്ട്. തച്ചുശാസ്ത്ര വിധി പ്രകാരമായിട്ടുള്ള കണക്കിലും അതിൻ്റെ രീതിയിലുമാണ് ഞാൻ നിർമ്മിച്ചു പോരുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അതിനുള്ള നിർമ്മിതികളാണ് ഞാൻ മെയിനായിട്ട് ചെയ്തു വരുന്നത്. മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തിലേക്കായി കിരാതമൂർത്തിയുടെ ദാരുശില്പം തേക്കിൻ തടിയിൽ കൊത്തിയെടുത്തതാണ് അനു പൂർത്തിയാക്കിയ ആദ്യത്തെ വലിയ ശില്പവേല. പരമ്പരാഗത വാസ്തുവിദ്യയുടെ രീതികളിലും കണക്കുകളിലുമായിരുന്നു ഇത്. അതിന് പിന്നാലെയാണ് കവടിയാർ കൊട്ടാരത്തിലെ പീഠം നിർമ്മിക്കാൻ ക്ഷണം ലഭിച്ചത്. 8 ഇഞ്ച് സമചതുരത്തിൽ വരിക്കപ്ലാവിലാണ് പീഠം നിർമ്മിച്ചത്. തൃശൂർ ജില്ലയിലെ തൃക്കൂർ മഹാദേവ സന്നിധിയിൽ വെച്ചാണ് ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് പീഠം കൈമാറിയത്. പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ശബരിമല, അതേപോലുള്ള കൊടുങ്ങല്ലൂർ, അങ്ങനെയുള്ള മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും എനിക്ക് ചെയ്തു കൊടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പൂജാരിമാർക്കാണ് കൂടുതലും ചെയ്തു വരുന്നത്. പിന്നെ കവടിയാർ പാലസിലേക്ക് ഒരു പീഠം, പ്രതിഷ്ഠാപീഠം ചെയ്യാനായിട്ടൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ തേവാരപ്പുരയിലേക്ക് വേണ്ടിയിട്ട് തമ്പുരാട്ടി പറഞ്ഞതിൻ്റെ പ്രകാരമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു യാദൃശികമായിട്ടാണ് അങ്ങനെ ഒരു അവസരം എനിക്ക് വന്നത്. ഞാൻ തമ്പുരാട്ടിനെ മുഖം കാണിക്കാനായിട്ടൊരിക്കൽ പോവുകയുണ്ടായി, ഞാനും ജ്യേഷ്ഠനും കൂടി. അപ്പോൾ തമ്പുരാട്ടിക്ക് ഒരു സമർപ്പിക്കാനായിട്ട് പാലസിൻ്റെ ഒരു രാജമുദ്രയാണ് ഞാൻ നിർമ്മിച്ച് കൊണ്ടുപോയത്. അത് ആൾ കാണുകയും ആൾക്കത് വളരെ സന്തോഷമായി.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് എനിക്ക് ഒരു തേവാരപ്പുരയിലേക്ക് ഒരു പീഠം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എനിക്ക് പീഠം ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. അതും എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്തു കൊടുത്തത്. ഒരു ഐരാവത മസ്തക രൂപത്തിലുള്ളൊരു പീഠമാണ് എനിക്ക് നിർമ്മിക്കാൻ പറ്റിയത്. ശില്പങ്ങളും പീഠങ്ങളും മാത്രമല്ല, കൂർമ്മപീഠിക അഥവാ ആവണപ്പലക, കലപ്പ, ജലചക്രം, കാളവണ്ടി എന്നിവയുടെ മിനിയേച്ചറുകൾ, യോഗദണ്ഡുകൾ, മെതിയടികൾ, തേവാരപ്പെട്ടികൾ, ഉടുക്ക്, വിവിധതരം മൊമെന്റോകൾ, രാശിപ്പലകകൾ തുടങ്ങി അനു ആചാരി ഈ മേഖലയിൽ കൈതൊടാത്ത വസ്തുക്കൾ ചുരുക്കമാണ്. വീടിനോട് ചേർന്ന വിശ്വകർമ്മ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന പേരിലാണ് അനു ആചാരിയുടെ പണിശാല. ഈ പണിപ്പുരയിൽ ചെന്നാൽ വ്യത്യസ്തമായ കൊത്തുപണികളും കാണാം. ഈ അടുത്ത് നമ്മൾ ഏറ്റവും വലിയൊരു വർക്ക് ചെയ്തത് നമുക്ക് ഒരു 6 അടി ഉയരമുള്ളൊരു നടരാജശില്പം ചെയ്തിരുന്നു. അത് നമുക്ക് റയറായിട്ട് കിട്ടുന്നതാണ്. ഒന്ന് ശില്പമായിട്ട് ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ അപൂർവമായിട്ട് അതൊരു വീട്ടിലേക്കാണ് എനിക്ക് കിട്ടിയത്. ചാലക്കുടിയിലുള്ളൊരു വീട്ടിലേക്കാണ് നമുക്കത് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. മണ്ണമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രം 1800 വർഷം പഴക്കമുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം 2023 പൂർത്തീകരിച്ച് പ്രതിഷ്ഠ നടന്നിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിലുള്ള രൂപങ്ങളും ഡോറുകൾ എന്നിവ ഈ അനു ആചാരി മണ്ണമ്പുറത്തിൻ്റെ കരവിരുതിലാണ് പണി കഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്ക് നല്ല വർക്കുകളാണ്. അത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കിരാതമൂർത്തിയുടെ ശ്രീകോവിലിന് മുകളിലുള്ള വർക്ക്. അനു ആചാര്യയുടെ അമ്മയുടെ അച്ഛൻ അഞ്ചക്കളനാചാരിയും അച്ഛൻ്റെ അച്ഛൻ കുട്ടനാചാരിയും അച്ഛൻ PK ഗംഗാധരനാചാരിയും മരപ്പണിയിൽ മിടുക്കരായിരുന്നു. കാർഷികോപകരണങ്ങളുടെ നിർമ്മാണത്തിലായിരുന്നു അഞ്ചക്കളനാചാരി പ്രവർത്തിച്ചിരുന്നത്. കുട്ടനാചാരിയുടെ കരവിരുത് ചിരട്ടയിലും മറ്റും അതിമനോഹര ശില്പങ്ങൾ തീർക്കുന്നതിലായിരുന്നു. ഗംഗാധരനാചാരി സാധാരണ മരപ്പണികളിൽ വലിയ വേഗതയുള്ള ആളായിരുന്നു. ഇവരിൽ നിന്നെല്ലാം പല കാര്യങ്ങളും ചെറുപ്പത്തിൽ തന്നെ പഠിച്ചാണ് അനുവും വിനോജും ഈ രംഗത്തേക്ക് കടന്നു വന്നത്. പുരാതനമായിട്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അപ്പോൾ അതിനെ എങ്ങനെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താം, അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതലും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുമ്മാട്ടി എന്ന് പറഞ്ഞൊരു കലാരൂപമുണ്ട് നമ്മുടെ നാട്ടിൽ. അത് തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. അപ്പോൾ അത് മരം കൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അറിയണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷിക്കും. പിന്നെ അത് ഒരു 2 വർഷക്കാലമായിട്ട് അതെനിക്ക് നിർമ്മിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും മരത്തിലാണ് അത് നിർമ്മിക്കുക. മുഖത്ത് വെച്ച് ആടുന്ന മുഖംമൂടികളാണ്. ഒരു പീസ് മാത്രമാണ് ഒരു ടൈമിൽ ഉണ്ടാക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഒരു മുഖം ഒരു ടീമിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് കലാകാരന് എത്ര വ്യത്യസ്തമായിട്ട് എത്ര ഭംഗിയായിട്ട് ചെയ്യാമോ അതൊരു സൗഹൃദ മത്സരം പോലെ എല്ലാ വർഷവും ആചരിച്ചു വരുന്നതാണ്. അതൊരു ഏകദേശം നല്ല ചിലവ് വരും ഒരു മുഖം ചെയ്യണതിന്. പക്ഷേ എന്നിരുന്നാലും അതൊരു വലിയൊരു സന്തോഷമാണ്. നമുക്ക് കലാകാരന്മാർക്ക് വലിയൊരു അവസരമാണ് അങ്ങനെയൊക്കെയുള്ളൊരു കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതേമാതിരി ഇപ്പോഴും നടന്നു വരുന്നു എന്നുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ദക്ഷ് സ്കിൽ ഇന്ത്യ പരിശീലന പരിപാടി ചാലക്കുടിയിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ അനു ആചാരിക്ക് സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന് കീഴിലുള്ള ഭാരത് സേവക് സമാജിന്റെ കരകൗശല മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ഈ കലാകാരനെ തേടിയെത്തി. നമ്മുടെ കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുറമേയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ കുറഞ്ഞു. അതുവരെയൊക്കെ ചെറിയ രീതിയിൽ ചെയ്തിരുന്നതാണ് ഈ തൊഴിൽ. പിന്നെ ഏറ്റവും ഒരു പ്രതിസന്ധി വന്നത് ഇതിൻ്റെ വിപണനമാണ് എനിക്ക് വലിയ ഒരു പ്രതിസന്ധിയായിട്ട് തോന്നിയത്. പക്ഷേ ആ സമയത്താണ് നമ്മൾ നവമാധ്യമങ്ങളെ ഉപയോഗിച്ചപ്പോൾ അതൊരു വലിയ സാധ്യതയായി. പിന്നെ മൊമെൻറ്റോകളൊക്കെ ചെയ്തു തുടങ്ങിയത് എനിക്കിവിടെ ഇത്തരം പണികൾ ചെയ്തു കഴിയുമ്പോൾ ബാക്കി വരുന്ന മരങ്ങളിൽ നിന്നാണ് ഞാൻ ആദ്യമേ ചെയ്തു തുടങ്ങിയത്. പ്ലാസ്റ്റിക് പരമാവധി ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് അത് ഞാൻ അവതരിപ്പിച്ചത്. പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടി. അവരുടെ പല പരിപാടികൾക്കും നമ്മുടെ ഈ മരം ഉപയോഗിച്ചിട്ടുള്ള മൊമെൻറ്റോകളാണ് ഉപയോഗിച്ചത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മരങ്ങൾ ഏറ്റവും കൂടുതൽ പ്ലാവാണ് ഉപയോഗിക്കുന്നത്. അത് ക്ഷേത്ര സംബന്ധമായ വർക്കുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മരം പ്ലാവായതുകൊണ്ടാണ് അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ കുമ്മാട്ടി പോലുള്ള മുഖങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ കുമ്മിഴ് എന്ന് പറഞ്ഞൊരു തടിയാണ് ഉപയോഗിക്കുന്നത്. അത് അതിൻ്റെ ഫിനിഷിങ്ങും അത് കൂടാതെ അതിൻ്റെ വെയിറ്റ് കുറവാണ്. ഇതൊക്കെയാണ്. അത് മുഖത്ത് വെച്ച് ആടാനുള്ളതായതുകൊണ്ട് പരമാവധി ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പണികളൊക്കെ അതിന് ചെയ്യണം. പിന്നെ ശില്പങ്ങൾ ചെയ്യുമ്പോൾ അത് കസ്റ്റമൈസ്ഡാണ്. ചിലർക്ക് തേക്കിനെ വേണമെന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ ചെയ്യും. അമ്മ അമ്മിണി, ബിരുദാനന്ദ ബിരുദ വിദ്യാർത്ഥിയായ ഭാര്യ ഹരിത, മകൾ ശ്രീദുർഗ എന്നിവരടങ്ങുന്ന കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയാണ് അനുവിൻ്റെ ബലം. അനുവിനെക്കുറിച്ച് അഭിമാനമാണ് നാട്ടുകാർക്കുള്ളത്. കേട്ടറിഞ്ഞ് നിരവധി പേർ അനുവിനെ തേടിയെത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ
ഗംഗാധരൻ ആശേരി മുതലുള്ള ഒരു പരിചയമാണുള്ളത്. ഗംഗാധരൻ ചേട്ടൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രദേശത്തെ മണ്ണുമ്പുറം എന്ന് പറയുന്ന ഈ ദേശത്ത് എല്ലാ വീടുകളിലെയും മരപ്പണി അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഗംഗാധരൻ ആശേരിയാണ്. വളരെയധികം കഴിവുകളുള്ള ഒരു കുടുംബമാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയന്മാരാണ് ഇവരെന്ന് വേണം പറയാനായിട്ട്. പരിമിതമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ ഇത്രയും വലിയൊരു നേട്ടങ്ങളൊക്കെ കൈവരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മണ്ണുമ്പുറം എന്ന പ്രദേശത്തിൻ്റെ തന്നെ ഒരു അഭിമാനമാണ്. ഓരോ ആവശ്യങ്ങളിലും എന്ത് ഒരു സഹായം ചോദിച്ച് അല്ലെങ്കിൽ അനുവിൻ്റെ സഹായം ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. കുടുംബത്തിൻ്റെ പിന്തുണ വളരെ വലുതാണ്. എൻ്റെ ഭാര്യയുടെയും മകളുടെയും അമ്മയുടെയൊക്കെ വളരെ വലിയ സപ്പോർട്ട് എനിക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ സാഹചര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ കുറയുന്നുണ്ടെങ്കിലും അവരെന്നെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നാട്ടുകാരും വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അധികം ആളുകൾ കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള രൂപങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അതിനൊക്കെ അവരും നല്ല രീതിയിൽ മറ്റുള്ളവരോട് പറയുകയും അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ വർക്കുമുണ്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നീ മാധ്യമങ്ങളിൽ നിന്നാണ് എനിക്ക് കൂടുതലും സപ്പോർട്ടുകൾ കിട്ടിയിട്ട് തുടങ്ങി. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കുകളെല്ലാം ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഒരുപാട് ദൂരെയുള്ളവരൊക്കെ കണ്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്കങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിന് പുറത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബോംബെ വരെയൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ട്. കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ഭൂരിഭാഗം അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ജനം നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പുതുതലമുറയിലെ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല എന്നാണ് ഈ കലാകാരന്റെ അനുഭവം. ചെറുകിട സംരംഭകർക്കുള്ള ലോണുകളും മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല. പിന്നെ കൂടുതലും ഈ ഒരു തൊഴിലിനോടൊരു വിമുഖത പുതിയ തലമുറയ്ക്കുണ്ട്. അതെനിക്ക് പല തവണയായിട്ട് പല മേഖലയും തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചൊക്കെ ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള കഴിവുകൾ ഇതൊക്കെ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ അതിന് നല്ല റീച്ച് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആളുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തലമുറയിൽ കുറച്ച് പേർക്കെങ്കിലും ഇതിൽ നിന്നൊരു പ്രചോദനം കിട്ടിയാൽ അത്രയായി എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഈ മേഖലയിൽ പുതിയ തലമുറ ചെറിയ രീതിയിലെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതതിൻ്റെ സാധ്യത കണ്ടിട്ടാവാം. സോഷ്യൽ മീഡിയകളിലെല്ലാം അനു ആചാരി സ്റ്റാറാണ്. എല്ലാവരുടെയും പ്രോത്സാഹനമാണ് ഈ കലാകാരനെ മുന്നോട്ട് നയിക്കുന്നത്. കർണാടക സംഗീത ലോകത്ത് നിന്ന് ഒരല്പം വേറിട്ട് നിൽക്കുന്ന സംഗീതശാഖയാണ് സോപാന സംഗീതത്തിൻ്റേത്. ക്ഷേത്രമതിൽക്കട്ടകം വിട്ടിറങ്ങി ഇപ്പോൾ സോപാന സംഗീതം കൂടുതൽ ജനപ്രിയമാകുന്ന കാലമാണ്. ഈ സോപാന സംഗീത മേഖലയിലെ ചില പുത്തൻ പരീക്ഷണങ്ങളും കാഴ്ചകളും ഇനി നമുക്ക് കാണാം. മയിൽ പീലി തിരുകിയ തിരുമൂടി തൊഴുന്നേ മുടി തന്നിലഴകേറും കിരീടം കൈ തൊഴുന്നേ തിരുനെത്തി പുണരുന്നോരളകങ്ങൾ തൊഴുന്നേ തിരുകോപി കുറിയും ഞാനിതാ കണ്ടു തൊഴുന്നേ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്ഷേത്ര സോപാനത്തോട് ചേർന്ന് പാടുന്നതാണ് സോപാന സംഗീതം. പൂജാവേളകളിൽ ഭഗവാൻ അർപ്പിക്കുന്ന സംഗീതാർച്ചന. ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അകത്തളങ്ങളിൽ മുഴങ്ങിയിരുന്ന സംഗീതം ഇന്ന് പൊതുവേദികളിലും കേൾക്കാം. ജലത്തെ നിത്യവും
കൊട്ടിപ്പാടി സേവ എന്ന പേരിലും സോപാന സംഗീതം അറിയപ്പെട്ടിരുന്നു. നാദോപാസനയാണ് സോപാന സംഗീതം. അരൂപിയായ ഈശ്വരനെ സംഗീതത്തിലൂടെ വർണ്ണിക്കുന്നു. ശ്രീകോവിലിൻ്റെ മുൻവശത്ത് സോപാനത്തിനരികിൽ നിന്ന് ചെയ്യുന്നൊരു സംഗീതമാണ് സോപാന സംഗീതം. ശരിക്കും ഇതിൻ്റെ പേര് കൊട്ടിപ്പാടി സേവ എന്നാണ്. അപ്പോൾ നാദോപാസന എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു സംഗീതമാണ്. അതായത് ശബ്ദമാണ് നമ്മുടെ ദേവത എന്ന് കണ്ടിട്ട് നമ്മുടെ സഹസ്രനാമങ്ങളിലൊക്കെ നമ്മൾ ഈ രൂപത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും ശരിക്കും നാരായണീ നാദരൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരന് ശരിക്കും ശബ്ദത്തിൻ്റെ രൂപമാണ്. നാമരൂപ വിവർജന, പേരുകളോ രൂപങ്ങളോ ഒന്നുമില്ല. ശരിക്കും മറ്റുള്ള വിശ്വാസങ്ങളിലെ പോലെ തന്നെ നമ്മൾക്കും അരൂപിയായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ്. പക്ഷേ അത് നമ്മൾ രൂപം കൽപ്പിച്ച് ആരാധിക്കുന്നു. സോപാന എന്ന പദത്തിൻ്റെ അർത്ഥം ശ്രീലകത്ത് ഭഗവാനിലേക്ക് നയിക്കുന്ന പടികളെയാണ് സോപാന എന്ന് പറയുന്നത്. അപ്പോൾ ആ സോപാനത്തിന് അടുത്ത് നിന്നുകൊണ്ട് ഒരു ഭക്തൻ ആലപിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം. അതായത് എത്രയും വേഗം നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു കലയാണ് സോപാന സംഗീതം. സോപാന സംഗീതവും അഷ്ടപതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. 12ാം നൂറ്റാണ്ടിൽ ജയദേവൻ രചിച്ച ഗീതാഗോവിന്ദം എന്ന കാവ്യത്തിലെ 8 വരികളുള്ള ഗീതങ്ങളാണ് അഷ്ടപതി. 8 പദങ്ങൾ അല്ലെങ്കിൽ 8 ചുവടുകൾ എന്നാണ് അഷ്ടപതി എന്ന വാക്കിന്റെ അർത്ഥം. കർണാടക സംഗീതത്തിൽ നിന്നും വ്യത്യസ്തമായി നാടൻ വൈദിക ഗോത്ര സംഗീത ശൈലികളുടെ ഒരു മിശ്രിതമാണ് സോപാന സംഗീതം. കൽപ്പിച്ച കീർത്തനങ്ങൾ പണ്ട് കാലത്തൊക്കെ തമ്പുരാക്കന്മാർക്ക് അവരുടെ ഭരണകാലത്ത് അവരെഴുതിയ കീർത്തനങ്ങൾ, പിന്നെ അതിനു മുന്നേ ഈ സോപാന സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എഴുതിയ കീർത്തനങ്ങളൊക്കെ ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ ആൾക്കാർ എഴുതിയപ്പോൾ ഞാനും ഒരു 10-40 കീർത്തനങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പേര് കീർത്തനങ്ങൾ എഴുതുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അഷ്ടപതി, അതായത് നമ്മളുടെ അല്ല, അത് പശ്ചിമ ബംഗാളിൻ്റെ ഒരു സംഗീതമാണ്. അത് 12ാം നൂറ്റാണ്ടിലെ ജയദേവർ കൃഷ്ണഭക്തി, അദ്ദേഹത്തിൻ്റെ കൃഷ്ണഭക്തിയാൽ ഉണ്ടാക്കി 24 സംസ്കൃത പദ്യങ്ങൾ പോലെ, കവിതകൾ പോലെ അത് നമ്മൾ സോപാന സംഗീതത്തിലേക്ക് ചേർത്ത് പാടുന്നുണ്ട്. ശൈവ, വൈഷ്ണവ, ശാക്തേയ സമ്പ്രദായങ്ങൾ ഉൾക്കൊള്ളുന്ന ആരാധന രീതികളെ സോപാന സംഗീതം പ്രതിനിധീകരിക്കുന്നു. മഹാദേവൻ, വിഷ്ണു, ദേവി എന്നീ മൂർത്തികളുടെ കീർത്തനങ്ങളാണ് ഏറ്റവും കൂടുതലായി പാടി വരുന്നതെങ്കിലും മറ്റ് ദേവതകളുടെ കീർത്തനവും സോപാന സംഗീതമായി ആലപിക്കുന്നുണ്ട്. മറ്റു ഉപദേവതകളുടെ ഇപ്പോൾ ഗണപതി അങ്ങനെയുള്ള കീർത്തനങ്ങളും ഇപ്പോൾ പുതിയ കാലത്ത് എല്ലാ ദേവീദേവന്മാരുടെ കീർത്തനങ്ങളും പുതിയ ആൾക്കാർ എഴുതി ചിട്ടപ്പെടുത്തി പാടുന്നുണ്ട്. വായ്പാട്ടിനൊപ്പം ഇടക്കയുടെ നാദം കൂടി ചേരുമ്പോഴാണ് സോപാന സംഗീതത്തിന് സൗന്ദര്യം വർദ്ധിക്കുന്നത്. സോപാന സംഗീതം അഭ്യസിക്കുന്ന ഒരാൾ ഇടക്കയും ഒപ്പം പഠിക്കുന്നു. കലാകാരന്റെ ഏകാഗ്രത പ്രകടമാകുന്നതാണ് ഇടക്ക കൊട്ടിയുള്ള സംഗീതാലാപനം. വാദ്യോപകരണമായ ഇടയ്ക്കുമുണ്ട് പ്രത്യേകതകൾ. സോപാന സംഗീതം ആലപിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ക്ഷേത്രവാദ്യമാണ് ഇടയ്ക്ക. ഇടയ്ക്കയിൽ ഏറ്റവും ആകർഷിക്കപ്പെട്ട ഒരു ഭാഗമാണ് പൊടിപ്പുകൾ എന്ന് പറയും. അതിൻ്റെ താഴെ തൂങ്ങിക്കിടക്കുന്ന അത് 64 എണ്ണം ഉണ്ടാവും. അത് 64 കലകളെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ദേവീദേവന്മാരെ പാടി ഉണർത്താനും ക്ഷേത്രങ്ങളിൽ പൂജ നടക്കുന്ന സമയത്തുമാണ് നമ്മൾ ഇടയ്ക്ക കൊട്ടി പാടുന്നത്. ക്ഷേത്രകലയായതിനാൽ തന്നെ തുടക്കകാലങ്ങളിൽ പുരുഷന്മാരായിരുന്നു ഈ രംഗത്ത് ഏറിയ പങ്കും. ഇന്ന് നിരവധി സ്ത്രീകളും സോപാന സംഗീത മേഖലയിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. സ്ത്രീകൾ അങ്ങനെ ഒരുപാട് ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ മുമ്പിട്ടിറങ്ങിയാൽ മാത്രമേ പുറകെ ഒരുപാട് ആളുകൾ വരാറുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകൾ ഒരുപാട് പേരാണെങ്കിലും ആശാ സുരേഷ് മാഡം ആണെങ്കിലും അങ്ങനെ ഒരു വേദിയിലേക്ക് ഇറങ്ങി സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഉള്ളിൽ അത് കൊള്ളിച്ച് കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് പിന്നീട് നമ്മുടെ പേര് വേറെ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുക.
ആകർഷണവും പിന്നെ വീട്ടമ്മമാർക്കാണ് കൂടുതലായിട്ട് സംഗീതം പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇത് ഇത്തിരി എളുപ്പത്തിൽ പഠിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പിന്നെ ഭക്തി പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ ഭഗവാനിലേക്ക് ലയിക്കാൻ നല്ലൊരു മാർഗമായിട്ടാണ് സോപാന സംഗീതം തോന്നിയത്. നിരന്തര സാധനയിലൂടെയാണ് സോപാന സംഗീതം വഴങ്ങുക. 1 വർഷം കൊണ്ട് അരങ്ങേറ്റം കുറിച്ചവരും ഈ മേഖലയിലുണ്ട്. മാറിയ കാലത്ത് ഓൺലൈനായി സോപാന സംഗീതം പഠിച്ചവരും കുറവല്ല. നമ്മൾ കൊട്ടാരം സംഗീതമാരുടെ ശിക്ഷണത്തിൽ 1 വർഷമായിട്ട് ഓൺലൈനായിട്ട് പഠിച്ചതാണ്. അതോടുകൂടി തന്നെ നമ്മൾ അരങ്ങേറ്റവും കഴിഞ്ഞു. ഞാൻ കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യണത്. അവിടുന്ന് ആഴ്ച ശനി ഞായറും അവധി കിട്ടുമ്പോൾ നാട്ടിൽ വരുമ്പോൾ ആണ് പഠിക്കണത്. ഞായറാഴ്ചകളിലെ ക്ലാസ്. അപ്പോൾ ഞായറാഴ്ചകളിൽ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് കോളേജിലോട്ട് തിരിച്ച്. ക്ഷേത്രമതിലകങ്ങളിൽ മുഴങ്ങിയിരുന്ന സംഗീതം പൊതുവേദികളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് പടരുകയാണ്. പ്രായ ലിംഗവ്യത്യാസമില്ലാതെ ഈ രംഗത്തേക്ക് ഒഴുകിയെത്തുന്ന കലാകാരന്മാരുടെ എണ്ണം ജനമനസ്സുകളിൽ സോപാന സംഗീതത്തിനുള്ള സ്വീകാര്യതയും വ്യക്തമാക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പതിവുപോലെ വ്യത്യസ്തമാർന്ന കാഴ്ചകളും പുതിയ അനുഭവങ്ങളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.